കേരള PSC ഇൻ ക്ലാസ് റൂമിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് MCQs ആണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ആവറേജ് പാർട്ടിക്കിൾ സൈസ് ഓഫ് സിമെൻറ്റ്? സിമെൻറ്റിൻ്റെ ആവറേജ് പാർട്ടിക്കിൾ സൈസ് എത്രയാണ്? ഓപ്ഷൻ എ 15 മൈക്രോൺസ്, ഓപ്ഷൻ ബി 45 മൈക്രോൺസ്, ഓപ്ഷൻ സി 75 മൈക്രോൺസ്, ഓപ്ഷൻ ഡി 100 മൈക്രോൺസ്. ഒന്ന് ആലോചിക്കുക, എന്താ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സിമെൻറ്റിൻ്റെ ആവറേജ് പാർട്ടിക്കിൾ സൈസ് എത്രയാണെന്നാണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 15 മൈക്രോൺസ് ആണ്. അപ്രോക്സിമേറ്റ്ലി 95% ഓഫ് സിമെൻറ്റ് പാർട്ടിക്കിൾസ് ആർ സ്മാളർ ദാൻ 45 മൈക്രോൺസ് ആൻഡ് ദ ആവറേജ് പാർട്ടിക്കിൾ സൈസ് ഈസ് 15 മൈക്രോൺസ്. എന്ന് വെച്ചാൽ ഏതാണ്ട് 95% സിമെൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 45 മൈക്രോണിനെക്കാട്ടും ചെറുതാണ്. അതിൽ ആവറേജ് ഈ പാർട്ടിക്കിൾസിൻ്റെ ആവറേജ് സൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 15 മൈക്രോൺസ് ആണ്. സോ ദ ആവറേജ് പാർട്ടിക്കിൾ സൈസ് ഓഫ് സിമെൻറ്റ് ഈസ് 15 മൈക്രോൺസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് സൗണ്ട്നെസ് ഓഫ് സിമെൻറ്റ്? എന്താണ് സൗണ്ട്നെസ്? ഒരു സിമെൻറ്റിൻ്റെ കേസിൽ സൗണ്ട്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ എ എബിലിറ്റി ടു ഫ്ലോ വെൻ മിക്സ്ഡ്, ഓപ്ഷൻ ബി എബിലിറ്റി ടു മേക്ക് റിംഗിങ് നോയിസ് വെൻ സ്ട്രക്ക്, ഓപ്ഷൻ സി എബിലിറ്റി ടു ഫോം സ്ട്രോങ് ആൻഡ് സൗണ്ട് സ്ട്രക്ചർ, ഓപ്ഷൻ ഡി എബിലിറ്റി ടു റീറ്റെയിൻ വോളിയം ആഫ്റ്റർ സെറ്റിംഗ്. സോ ഒരു സിമെൻറ്റിൻ്റെ കേസിൽ സൗണ്ട്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ടു റീറ്റെയിൻ വോളിയം ആഫ്റ്റർ സെറ്റിംഗ്, അതിനെയാണ് സൗണ്ട്നെസ് എന്ന് പറയുന്നത്. വെൻ സിമെൻറ്റ് പേസ്റ്റ് ഹാർഡൻസ് ആൻഡ് സെറ്റ്സ് ഇറ്റ് ഷുഡ് നോട്ട് അണ്ടർഗോ എനി വോളിയം ചേഞ്ചസ്. സൗണ്ട്നെസ് എൻഷുവേഴ്സ് ദിസ് ആൻഡ് ഈസ് ടെസ്റ്റിംഗ് യൂസിങ് ഓട്ടോക്ലേവ് എക്സ്പാൻഷൻ ടെസ്റ്റ്. അന്നേരം സൗണ്ട്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് സെറ്റാവുന്ന സമയത്ത് എന്തിന് ചേഞ്ച് വരാൻ പാടില്ല? അതിൻ്റെ വോളിയത്തിന് ചേഞ്ച് വരാൻ പാടില്ല. അതിനെയാണ് സൗണ്ട്നെസ്, ഒരു സിമെൻറ്റിൻ്റെ കേസിലുള്ള സൗണ്ട്നെസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എബിലിറ്റി ടു റീറ്റെയിൻ വോളിയം ആഫ്റ്റർ സെറ്റിംഗ്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്താണ്? ഓട്ടോക്ലേവ് എക്സ്പാൻഷൻ ടെസ്റ്റ് യൂസ് ചെയ്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? ഒരു സിമെൻറ്റിൻ്റെ സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഓട്ടോക്ലേവ് എക്സ്പാൻഷൻ ടെസ്റ്റ്. ഓട്ടോക്ലേവ് എക്സ്പാൻഷൻ ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സൗണ്ട്നെസ്സിന്. അന്നേരം സൗണ്ട്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ടു റീറ്റെയിൻ വോളിയം ആഫ്റ്റർ സെറ്റിംഗ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രീൻ സിമെൻറ്റ് ഈസ് ഗ്രീൻ കളേർഡ് സിമെൻറ്റ്. ഓപ്ഷൻ ബി സിമെൻറ്റ് മിക്സ്ഡ് വിത്ത് പ്ലാന്റ് പ്രോഡക്ട്സ്, ഓപ്ഷൻ സി സിമെൻറ്റ് മിക്സ്ഡ് വിത്ത് റീസൈക്കിൾഡ് മെറ്റീരിയൽ, ഓപ്ഷൻ ഡി സിമെൻറ്റ് മിക്സ്ഡ് വിത്ത് ഗ്രീൻ ആൽഗെ. അന്നേരം ഗ്രീൻ സിമെൻറ്റ് എന്താണെന്നാണ് അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഗ്രീൻ സിമെൻറ്റ് എന്താണ്? അന്നേരം നമുക്ക് പല കൺഫ്യൂഷൻസ് ഇതിനകത്തുനിന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. അന്നേരം ഗ്രീൻ സിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ആൻസർ. സിമെൻറ്റ് മിക്സ്ഡ് വിത്ത് റീസൈക്കിൾഡ് മെറ്റീരിയൽ. ഗ്രീൻ സിമെൻറ്റ് ഇസ് എ cementitious material which employs the use of optimized recycled materials. These can meet or even exceed the functional performance of Portland cement. അന്നേരം പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ഫങ്ഷണൽ പെർഫോമൻസ് എക്സീഡ് ചെയ്യാൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഗ്രീൻ സിമെൻറ്റ് യൂസ് ചെയ്യാം. ഗ്രീൻ സിമെൻറ്റിനകത്ത് എന്താണ് യൂസ് ചെയ്യുന്നത്? റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ഇത് സിമെൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രീൻ സിമെൻറ്റ് എന്ന് പറയുന്നത്. ദീസ് ക്യാൻ മീറ്റ് ഓർ ഈവൻ എക്സീഡ് ദ ഫങ്ഷണൽ പെർഫോമൻസ് ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഇനി അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ഓഫ് കോഴ്സർ സിമെൻറ്റ് പാർട്ടിക്കിൾസ് ലീഡ്സ് ടു ഓപ്ഷൻ എ ഡ്യൂറബിലിറ്റി, ഓപ്ഷൻ ബി ഹയർ സ്ട്രെങ്ത്, ഓപ്ഷൻ സി ലോ കൺസിസ്റ്റൻസി, ഓപ്ഷൻ ഡി ഹയർ സൗണ്ട്നെസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. യൂസ് ഓഫ് കോഴ്സർ സിമെൻറ്റ് പാർട്ടിക്കിൾസ് ലീഡ്സ് ടു. ആൻസർ ഓപ്ഷൻ എ ഡ്യൂറബിലിറ്റി ആണ്. For coarser particle, hydration starts on the surface of the particles. Hence, it might not be completely hydrated. This causes low strength and low durability. അന്നേരം കോഴ്സർ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഹൈഡ്രേഷൻ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? സർഫസിലായിരിക്കും. സർഫസ് ഓഫ് ദ പാർട്ടിക്കിൾസിലായിരിക്കും ഹൈഡ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മൂലം എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രേറ്റ് ആവത്തില്ല.
ഇത് കാരണം എന്താണ്, ഇതിൻ്റെ സ്ട്രെങ്തും ഈ സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് അതേപോലെ ഡ്യൂറബിലിറ്റി എല്ലാം എന്തായിരിക്കും, കുറവായിരിക്കും. അന്നേരം കോഴ്സർ സിമെൻറ്റ് പാർട്ടിക്കിൾ ലീഡ്സ് ടു ലോ ഡ്യൂറബിലിറ്റി. അതേപോലെ വേണമെങ്കിൽ ഓപ്ഷനകത്ത് ലോ സ്ട്രെങ്ത് ആണെങ്കിൽ ലോ സ്ട്രെങ്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്? ഓപ്ഷൻ എ 1 hour, ഓപ്ഷൻ ബി 30 minutes, ഓപ്ഷൻ സി 15 minutes, ഓപ്ഷൻ ഡി 30 hours. അന്നേരം ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എത്രയാണെന്ന് നോക്കാം. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 30 minutes ആണ്. ഇത് IS കോഡ് 4031 പാർട്ട് 5 വെച്ചിട്ടാണ് ഈ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 30 minutes എന്ന് പറയുന്നത്. ആഫ്റ്റർ ദിസ് സിമെൻറ്റ് വിൽ സ്റ്റാർട്ട് ലൂസിങ് ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി ആൻഡ് വിൽ നോട്ട് ബി വർക്കബിൾ. അന്നേരം ഈ ഒരു 30 minutes കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമെൻറ്റിന് എന്ത് നഷ്ടമാകാൻ തുടങ്ങും? അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി നഷ്ടമാവാൻ തുടങ്ങുകയും അത് വർക്കബിൾ ആവാതെ ആവുകയും ചെയ്യും. എന്ന് വെച്ചാൽ കട്ട പിടിക്കും. അന്നേരം ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് എത്ര മിനിറ്റാണ്? 30 minutes ആണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ് ആസ് പെർ IS കോഡ് 4031 പാർട്ട് 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എക്യുപ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്? സിമെൻറ്റിൻ്റെ ടെസ്റ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് എക്യുപ്മെൻ്റാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കോർ കട്ടർ, ഓപ്ഷൻ ബി വൈബ്രേറ്റർ, ഓപ്ഷൻ സി യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ UTM, ഓപ്ഷൻ ഡി വിക്കറ്റ് അപ്പാരറ്റസ്. അന്നേരം സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് എക്യുപ്മെൻ്റാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അന്നേരം സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വിക്കറ്റ് അപ്പാരറ്റസ് ആണ്. കോർ കട്ടർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കോർ കട്ടർ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഡ്രൈ ഡെൻസിറ്റി ഓഫ് സോയിൽ. സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കോർ കട്ടർ യൂസ് ചെയ്യുന്നത്. വൈബ്രേറ്റർ ഈസ് യൂസ്ഡ് ഇൻ സീവ് അനാലിസിസ്. വൈബ്രേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? സീവ് അനാലിസിസിനാണ് യൂസ് ചെയ്യുന്നത്. വൈബ്രേറ്റർ ഈസ് യൂസ്ഡ് ഇൻ സീവ് അനാലിസിസ്. UTM ക്യാൻ ബി യൂസ്ഡ് ടു ടെസ്റ്റ് വേരിയസ് പാരാമീറ്റേഴ്സ് സച്ച് ആസ് ടെൻഷൻ, ബെൻഡിങ്, ഷിയർ ഓഫ് വേരിയസ് മെറ്റീരിയൽസ് എക്സെട്ര. ഇനി വിക്കറ്റ് അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് എ നീഡിൽ യൂസ്ഡ് ടു പെനിട്രേറ്റ് ദ സിമെൻറ്റ് പേസ്റ്റ് സാമ്പിൾ. അന്നേരം വിക്കറ്റ് അപ്പാരറ്റസ് ആണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഈ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? വിക്കറ്റ് അപ്പാരറ്റസ് ആണ്. വിക്കറ്റ് അപ്പാരറ്റസിൽ എന്തുണ്ട്? ഒരു നീഡിലുണ്ട്. ആ നീഡിലായിരിക്കും ഈ സിമെൻറ്റ് പേസ്റ്റിൽ കൂടി പെനിട്രേറ്റ് ചെയ്ത് പോവുകയും അതിൻ്റെ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ക്വാളിറ്റി കൺട്രോൾ ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ദ ടെസ്റ്റ് എസെൻഷ്യലി ഡൺ ഈസ് എ സെറ്റിംഗ് ടൈം, ബി സൗണ്ട്നെസ്, സി ടെൻസൈൽ സ്ട്രെങ്ത്, ഡി കൺസിസ്റ്റൻസി, ഓപ്ഷൻ ഇ ഓൾ ഓഫ് ദി അബോവ്. അന്നേരം പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ക്വാളിറ്റി കൺട്രോളിന് ഏത് ടെസ്റ്റാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? ആദ്യത്തത് സെറ്റിംഗ് ടൈം, ബി സൗണ്ട്നെസ്, സി ടെൻസൈൽ സ്ട്രെങ്ത്, ഡി കൺസിസ്റ്റൻസി, ഇ ഓൾ ഓഫ് ദി അബോവ്. അന്നേരം ഈ എല്ലാ ടെസ്റ്റും, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ എല്ലാ ടെസ്റ്റും നമ്മൾ പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് ചെയ്യണം. അന്നേരം ക്വാളിറ്റി കൺട്രോൾ ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഈസ് എസെൻഷ്യലി ഡൺ ബൈ ടെസ്റ്റിംഗ് ഓൾ ദീസ് ടെസ്റ്റ്. ഏതൊക്കെയാണ്? സെറ്റിംഗ് ടൈം, സൗണ്ട്നെസ്, ടെൻസൈൽ സ്ട്രെങ്ത്, കൺസിസ്റ്റൻസി. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഇ ഓൾ ഓഫ് ദി എബോവ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെൻസിറ്റി ഓഫ് 1 bag ഓഫ് സിമെൻറ്റ് ഈസ് ഓപ്ഷൻ എ 1000 kg/m³, 1250 kg/m³, 1440 kg/m³, 1800 kg/m³. അന്നേരം ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഡെൻസിറ്റിയാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1440 kg/m³. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈ അലൂമിന സിമെൻറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്യൂസിങ് ടുഗദർ. ഏതൊക്കെ ഫ്യൂസ് ചെയ്താണ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈ അലൂമിന സിമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലൈംസ്റ്റോൺ ആൻഡ് ബോക്സൈറ്റ്, ഓപ്ഷൻ ബി ലൈംസ്റ്റോൺ, ബോക്സൈറ്റ് ആൻഡ് ജിപ്സം, ഓപ്ഷൻ സി ലൈംസ്റ്റോൺ, ജിപ്സം ആൻഡ് ക്ലേ, ഓപ്ഷൻ ഡി ലൈംസ്റ്റോൺ, ജിപ്സം, ബോക്സൈറ്റ് ആൻഡ് ക്ലേ. അന്നേരം ഹൈ അലൂമിന സിമെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്, ഏതെല്ലാം ചേർത്താണ് ഹൈ അലൂമിന സിമെൻറ്റ് ഉണ്ടാക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഹൈ അലൂമിന സിമെൻറ്റ് ഉണ്ടാക്കുന്നത് ലൈംസ്റ്റോണും ബോക്സൈറ്റും കൂടെ ഫ്യൂസ് ചെയ്താണ്. അന്നേരം ഓപ്ഷൻ എ ആണ് ആൻസർ. ഹൈ അലൂമിന സിമെൻറ്റ് ഉണ്ടാക്കുന്ന ഏതൊക്കെ ചേർത്താണ്? ലൈംസ്റ്റോണും ബോക്സൈറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്താണ് നമ്മൾ ഹൈ അലൂമിന സിമെൻറ്റ് ഉണ്ടാക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ മറൈൻ വർക്ക്സ്
the best suited cement is low heat Portland cement, rapid hardening cement, ordinary Portland cement, blast furnace slag cement. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറൈൻ വർക്കിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സിമെൻറ്റ് ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്, റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്, ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻറ്റ്. അന്നേരം മറൈൻ വർക്കിന് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള സിമെൻ്റ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻ്റാണ്. മറൈൻ വർക്കിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സിമെൻ്റ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ മറൈൻ വർക്ക്സ്. കെമിക്കൽ കമ്പോസിഷൻസ് ഓഫ് സിമെൻ്റ് ആണ്. ഇത് നിങ്ങളൊരു ബോക്സായിട്ട് വരച്ചിടുക. ഇൻഗ്രീഡിയൻസും അവയുടെ പെർസെൻറ്റേജുമാണ്. ലൈം 60 to 67%, സിലിക്ക 17 to 25%, അലൂമിന 3 to 8%, അയൺ ഓക്സൈഡ് 0.5 to 6%, മഗ്നീഷ്യ 0.5 to 4%, സൾഫർ ട്രൈഓക്സൈഡ് 1 to 2%, ആൽക്കലീസ് 0.5 to 1.3%. ഇത്രയും ചേരുന്നതാണ് സിമെൻ്റ് എന്ന് പറയുന്നത്. ഓരോന്നിൻ്റെയും പെർസെൻറ്റേജാണ്. ഏറ്റവും കൂടുതൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കൊള്ളുക. ഏതാണ് ഏറ്റവും കൂടുതൽ? ലൈമാണ് സിമെൻറ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. സിലിക്ക എത്ര പെർസെൻറ്റേജാണ് എന്ന് ചോദിക്കും. ചിലപ്പം ഓപ്ഷനകത്ത് 17%, ആ ഒരു റേഞ്ച് നോക്കി വെച്ചേക്കുക. 17 to 25% ആണ് സിലിക്ക കഴിഞ്ഞാൽ പിന്നെ ഏതാണുള്ളത്? അലൂമിനിയാണ്. 3 to 8% അലൂമിനിയാണ്. പിന്നെ അയൺ ഓക്സൈഡ് 0.5 to 6% അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ, സൾഫർ ട്രൈഓക്സൈഡ്, ആൽക്കലീസ്. അങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും ഒന്നും മറക്കരുത്. വീഡിയോസ് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ പഠിക്കുക. വിജയം നിങ്ങളോടൊപ്പമുണ്ട്. ഓൾ ദ ബെസ്റ്റ് ഡിയർ സ്റ്റുഡൻസ്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട്.